എന്നിട്ട് പറയാ, മിനിയാന്ന് വന്നിട്ട് 2 അനുഭവങ്ങൾ എനിക്കുണ്ടായി. ആ അനുഭവങ്ങൾ എനിക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു മടവൂർ ശൈഖ് ഒരു വലിയാണെന്ന്. ഓലൊന്ന് തീരുമാനമെടുത്ത് കിട്ടി. നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ ശൈഖുന വലിയാവൂലേ? ആ വാക്ക് വല്ലാത്തൊരു വാക്കായിപ്പോയി. ശൈഖുനയോടുള്ള അദബുകേട് കുഫറിന്റെ വാക്കായിപ്പോയി. അപ്പൊ നമ്മളൊരു വലിയന്റെ അടുത്ത് പോവുക, ആ വലിയ ഒരു കറാമത്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ പറയും അക്കറാമത്ത് ഞാൻ അനുഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആ വലിയല്ല, വലിയാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ്. ഇവരെന്നെ വേറെ സ്ഥലത്ത് പോയി പ്രസംഗിക്കുന്നത് വലിയ കറാമത്ത് കൊണ്ട് മനസ്സിലാക്കാൻ പാടില്ല. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് കണ്ടാലും ശരീഅത്ത് നോക്കാതെ വലിയാണെന്ന് തീരുമാനിക്കരുത് എന്ന് വാള് പറഞ്ഞ ആൾക്ക് തന്നെ പഴവ് പറ്റിപ്പോയി. ഇപ്പൊ വിളിച്ചു പറയാണ്, ഞാൻ ചോദിക്കട്ടെ, വിലായത്തിനെ വരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ അന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന് നിങ്ങളെക്കുറിച്ച് എങ്ങനെ അത് പറയാൻ പറ്റും? ഇവിടെ അടുത്തൊരു മൗലവി ഉണ്ടായിരുന്നു, ഹുസൈൻ ഫൈസി പന്നിപ്പാറ എന്ന് പറഞ്ഞു. ഈ അടുത്ത അയാൾ സുന്നിയായ കാലത്ത് സുന്നി സ്റ്റേജിലിരുത്തി പല ആലിമീങ്ങളും അയാളെക്കുറിച്ച് പല മധുഹും പറഞ്ഞിട്ടുണ്ടാവും. അയാൾ വഹാബിയായ പിന്നെ പഴയ കാലത്ത് പറഞ്ഞ മധുഹ് എടുത്തുകൊണ്ടുവരില്ല. ശൈഖുനയുടെ വിലായത്ത് വരെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവിടെ. നിങ്ങൾ ശൈഖുനാക്കൊന്നും സംഭവിച്ചിട്ടല്ല. ശൈഖുനയുടെ അല്ലെങ്കിൽ അസ്ഹാബുൽ വക്തുകളായ മഹാന്മാരെ അവരുടെ വിലായത്തും ശൈഖൂഹിയത്തും കുത്തുബിയത്തും അവരുടെ ഉന്നതമായ സ്ഥാനങ്ങളും നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് സ്ഥിരപ്പെട്ടതാണ്, അത് അല്ലാഹു നൽകുന്നതാണ്. വലനൽ വിലായത്തു മിൻ അലസ്തു ബിറബ്ബിക്കും വഇമാമുനൽ മഹ്ദി ഫഹുവ ഖിതാമുനാ. ഞങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ്, ഞങ്ങൾക്ക് വിലായത്തുണ്ട്. അലസ്തു ബിറബ്ബിക്കും എന്ന് റബ്ബ് ചോദിച്ച ആലമുൽ അർവാഹ് മുതൽ ഞങ്ങൾക്ക് വിലായത്തുണ്ട്. മടവൂര് ശൈഖുന വലിയായത് 89-ൽ നിങ്ങൾ മുഷാവറ എന്ന് പറഞ്ഞ് ഒരു വ്യാജ സംഘം തട്ടിക്കൂട്ടിയതിന്റെ ശേഷമല്ല, നിങ്ങളെ വാള് കേട്ട് ആളുകൾ മടവൂരിലേക്ക് ഓടിയതും അല്ല. മറിച്ച് മടവൂർ ശൈഖുന എന്ന ലോകപ്രസിദ്ധരായ ഒരു മഹത്തായ വലിയ അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായി മുജദ്ദിദായി യുഗപുരുഷനായി ഇവിടെ വന്നപ്പോൾ ആളുകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ്. അത് പ്രത്യേകമായ ഒരു ആകർഷണമാണ്. അതൊരു മുസ്ലിയാർ വാള് പറഞ്ഞുണ്ടാക്കുന്നതല്ല. അത് ആളുകൾ, പ്രത്യേകിച്ച് സാധാരണക്കാർ. ഇനി നിങ്ങൾ എത്ര സർക്കുലർ ഇറക്കി നോക്ക്, മടവൂരിലേക്കുള്ള വരവ് നിർത്താൻ വേണ്ടി അതിനു പകരം ഞങ്ങളുടെ മുഷാവറയുടെ ഇന്ന നേതാവ് മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വഫാത്താവാൻ പോവുകയാണ്, ഞങ്ങളൊരു ഗ്രാൻഡ് മഖാം ഉണ്ടാക്കുകയാണ്, അവിടെ കൊഴുകൂ, അവിടെ നിങ്ങൾക്കെല്ലാം ഹാസിലാകും, ആ മഹാൻ വലിയ മഹാനാണ്, ഡയാലിസിസ് വേണ്ട എന്ന് വരെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ആളുകളോട് വാഴ്ന്നു പറഞ്ഞ് മടവൂരിലേക്കുള്ള ഒഴുക്ക് നിർത്തിയിട്ട് പകരം നിങ്ങളൊരു മഖാമുണ്ടാക്കി അങ്ങോട്ട് ആളുകൾ വരണമെന്ന് പറഞ്ഞാൽ ആര് വരും? അവരുടെ പിന്നെ വിലായത്തും അവരുടെ മേൽമയും ഏതെങ്കിലും ഒരാൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആ വാക്കുകൾ നിങ്ങളൊന്ന് ശരിക്കും ആദ്യം മുതൽ കേൾക്കുക, വെച്ചു കൊടുക്കും. സംഭവങ്ങളാണ് അവിടുത്തെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ആ അനുഭവപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവരൊരു വലിയാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. എന്തെങ്കിലും കേട്ടുകേൾവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. കേട്ടുകേൾവിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കറാമത്തുകൾ പറഞ്ഞുണ്ടാക്കിയല്ല, നേരിട്ട് അനുഭവപ്പെട്ട സംഭവങ്ങൾ കൊണ്ടാണ് നാം മഹാനവറുകളെ ഒരു വലിയായിട്ട് മനസ്സിലാക്കിയത്. അതല്ല ഇപ്പം പറയാൻ സമയവുമില്ല, എനിക്ക് സുഖവും കുറവാണ്. അതുകൊണ്ട് ഞാൻ
കൊഴുത്തു പോയാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. എന്താ പറഞ്ഞ് ആവർത്തിച്ചു പറയാണ്. എന്തെങ്കിലും വാക്ക് തെറ്റിപ്പോയതൊന്നുമല്ല, അതിൻ്റെ ആദ്യവും അവസാനവും പറയുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് ഒന്നുകൂടി കേട്ടു നോക്കണം. അതിൽ പറഞ്ഞ വാക്കെന്താ? ഞങ്ങൾക്ക് അവരിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വെറുപ്പ് മാറ്റക്കാതെയും വാദപ്രതിവാദത്തിന് സഹായിച്ചു. ഈ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഒരു വലിയാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ തീരുമാനമെടുത്തു. അനുഭവമില്ലെങ്കിലോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നൊരാൾ ജനിച്ചില്ലെങ്കിലോ ശൈഖുനായുടെ വിലായത്തിന് എന്തോ പറ്റുമോ? ശൈഖുന വലിയല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു വലിയിന്റെ കറാമത്ത് ഒരാൾ അനുഭവിച്ചില്ല എന്നതുകൊണ്ട് ആ വലിയിന്റെ വിലായത്തിന് എന്തെങ്കിലും പറ്റുമോ? എന്തു പറ്റി നിങ്ങൾക്ക്? ശിഷ്യനും മക്കളും പറഞ്ഞു കൊടുത്ത് മാത്രം പറയുമ്പോൾ നിങ്ങൾക്കൊരു ബോധമല്ലേ? അവരെഴുതി തന്ന മാറ്റം മാത്രം പറയാൻ വിധിക്കപ്പെട്ട റബ്ബർ സ്റ്റാമ്പ് സെക്രട്ടറിയാ നിങ്ങൾ? എഴുതി കൊടുത്തതിൻ്റെ അപ്പുറത്ത് പറഞ്ഞാൽ അവർ നിങ്ങളെ എന്താ ചെയ്യുക? ഇതെങ്ങനെ ശരിയാകും? നിങ്ങൾക്ക് അനുഭവമില്ലെങ്കിൽ ശൈഖുനയുടെ വിലായത്തല്ലെന്നോ? അത് ആവർത്തിച്ചു പറയുകയാണ്. മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താ അറിയോ? ശൈഖുനായുടെ വിലായത്ത് വരെ ചോദ്യം ചെയ്ത നിങ്ങൾ എങ്ങനെ ശൈഖുനാന്റെ വാക്കുദ്ധരിക്കും? ഇതൊക്കെ ചെയ്തിട്ട് പറയാ ഞങ്ങളെ ശൈഖുന ആശീർവദിച്ചിട്ടുണ്ട്. ശൈഖുന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിലായത്ത് അനുഭവം ഉണ്ടായതുകൊണ്ടല്ലേ നിങ്ങൾ വലിയാന്നെന്നെ വിചാരിച്ചേ? സാക്ഷിക്ക് പറ്റില്ലെന്നല്ലേ പൊന്മള പറഞ്ഞത്? മാനസിക സ്ഥിതി മോശമാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ നിങ്ങൾ അവിടുത്തെ വാക്കെടുത്ത് ഉദ്ധരിക്കും? ഒരു രക്ഷയുമില്ല നിങ്ങൾക്ക്. എന്നിട്ട് പറയാ കേട്ട് കേൾവി അനുസരിച്ച്